നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ, സമ്മർദ്ദത്തിലാണോ? ഒന്നുമല്ല, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. നമ്മളൊരു സമൂഹത്തിലാണ്, ആ സമൂഹത്തിൽ നിന്ന് വരുന്ന ഓരോ ആളുടെയും ഓരോ വ്യക്തിയുടെയും എതിരഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജനങ്ങളാണ് പ്രതികരിച്ചത്, അല്ലാതെ ഒരു ഗ്രൂപ്പായിട്ട് വന്ന് BJPയും RSSും അങ്ങ് പ്രതികരിക്കുകയല്ല ചെയ്തത്. വ്യക്തിപരമായി തന്നെയാണ് എല്ലാവരും പ്രതിഷേധം അറിയിച്ചത്. BJPയുടെ പേരിലോ RSSന്റെ പേരിലോ ഒരു പ്രതിഷേധവും നടന്നില്ല. വേണമെങ്കിൽ പോയി തിയേറ്റർ കത്തിക്കാമല്ലോ, അങ്ങനെയൊക്കെ പ്രതിഷേധങ്ങൾ നടക്കുന്ന കണ്ടിട്ടില്ലേ? തിയേറ്റർ കത്തിക്കാം, അതുപോലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താം, കട്ടൗട്ടുകളൊക്കെ കീറിയെറിയാം. ഒന്നും നടന്നില്ല. ഒരു തരത്തിലുള്ള അക്രമ സമൂഹം ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. കേരളത്തിൽ പലരും അങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ RSSും BJPയും ഒന്നും അതിന് മുതിർന്നുമില്ല. അവരാരും ഇങ്ങനെ ഒരു വിഷയം ഏറ്റെടുക്കുകയും ചെയ്തില്ല. മാത്രമല്ല, ഇന്ന് കോടതിയിൽ പോയി പറയട്ടെ താങ്കൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കോടതിയിലേക്ക് ഹർജിയുമായി പോയി എന്ന് വാർത്ത വന്ന്, ഫ്ലാഷ് വന്ന് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ആക്ഷൻ എടുത്തു. ഹർജി കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തായി. പറയട്ടെ, രഘുനാഥ് വ്യക്തിപരം BJPയുടെ ആൾ എന്ന രീതിയിലല്ല, അയാൾ വ്യക്തിപരമായിട്ടാണ് പ്രതികരിച്ചത്. വ്യക്തിപരമായി പ്രതികരിക്കാമല്ലോ. ഇന്ന് കോടതിയിലേക്ക് അല്ല ഞാൻ അത് സിനിമയെ കുറിച്ചുള്ള എതിരഭിപ്രായമാണ്. ഇത് സിനിമയുടെ പ്രദർശനം തടയണമെന്ന് അല്ലല്ല, തോക്കിൽ കയറി വെടിവെക്കാതെ വ്യൂമോർച്ച വിലക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയട്ടെ, തോക്കിൽ കയറി ഇല്ലില്ല, അത് താങ്കളുടെയാണ്. പൊട്ടാത്തതും ചീറ്റി പോകുന്നതും ഒക്കെ നാട്ടുകാർ കാണുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ എന്തായാലും പൂർത്തിയാക്കിക്കോട്ടെ. പൊട്ടുന്നുണ്ടോ എന്നുള്ളത് ജനം വിലയിരുത്തുമല്ലോ.